2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസിയുടെ ലാസ്റ്റ് റാങ്ക് ടേബിളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ കഴിഞ്ഞ വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്കാണ് നമ്മൾ പറയുന്നത്. സോ ആദ്യം തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഇതിൽ കൊടുത്തിട്ടില്ല. ഇഴവ കാറ്റഗറി ആണെങ്കിൽ കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ളത് 23,090 ആയിരുന്നു. സോ ഈ വർഷം ഏകദേശം ആ ഒരു റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാം. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 20,885 ആയിരുന്നു. ഇനി എസ് സി ആണെങ്കിൽ 51,571. എസ് ടിയും ഏകദേശം ഒരു 55,000 ഒക്കെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇടുക്കിയിൽ കിട്ടും. ഇനി ജി സി കോഴിക്കോടാണ്. ജി സി കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 10,842 ആണ്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ളത് ആ ഒരു റേഞ്ചാണ്. സോ നിങ്ങൾ ഈ ഇഴവ കാറ്റഗറി ആണെങ്കിൽ 19,693 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് റാങ്ക്. ഇനി നിങ്ങൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 18,253യും എസ് സി ആണെങ്കിൽ 47,659 എസ് സി 40,242 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് റാങ്ക്. ഓക്കെ, സോ എസ് സി എസ് ടിയുടെ റാങ്ക് ഇങ്ങനെ മാറി മാറി കളിക്കും. സോ ബാക്കിയുള്ള റാങ്ക് ഏകദേശം കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. അടുത്തത് ജി സി കണ്ണൂരാണ്. ജി സി കണ്ണൂർ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് 12,591 ആണ്. ആൻഡ് നിങ്ങൾ ഇഴവ കാറ്റഗറി ആയിരുന്നെങ്കിൽ 17,261ഉം മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 17,132 ആണ് കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. സോ ലാറ്റിൻ അമേരിക്കൻ, അതായത് ക്രിസ്ത്യൻസിൻ്റെ ഇതാണ് വരുന്നത്. അവിടെ 25,450 ആണ് കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. പിന്നെ എസ് സി ആണെങ്കിൽ 50,659 ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. സോ എസ് ടി ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ കയറാം. അടുത്തത് ഗവൺമെൻറ് RIT ആണ്. RIT കോട്ടയം. അവിടെ 11,931 ആണ് കഴിഞ്ഞ വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ഇഴവ കാറ്റഗറി ആണെങ്കിൽ 13,371ഉം മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 13,135 ആണ് കയറിയിട്ടുള്ളത്. ഓക്കെ, എസ് സി എസ് ടി റാങ്ക് വേരി ചെയ്യാം. ബാക്കി രണ്ടും ഞാൻ പറയാം. ഓക്കെ, സോ അടുത്തത് MAC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലമാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിന് കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ളത് 11,248 ആയിരുന്നു. നിങ്ങൾ ഇഴവ കാറ്റഗറി ആണെങ്കിൽ 13,024ഉം മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 11,928ഉം ആണ് കഴിഞ്ഞ വർഷം കയറിയുള്ള ലാസ്റ്റ് റാങ്ക്. സോ ആ ഒരു റേഞ്ച് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം MACയിൽ പഠിക്കാം. ഇനി NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണ്. അവിടെ 12,645 ആണ് സ്റ്റേറ്റ് മെറിറ്റിന് കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് റാങ്ക്. ഇഴവ കാറ്റഗറി ആണെങ്കിൽ 16,000ഉം മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 15,999, അതായത് 16,000ഉം ആണ് വന്നിട്ടുള്ളത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്, അവിടുത്തെ ഗവൺമെൻറ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് കണ്ടില്ല. സോ ഇഴവ കാറ്റഗറി ആണെങ്കിൽ ഒരു 19,974 ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഒരു 16,000-17,000 ആയിരിക്കും ഉണ്ടാവുക. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, അവിടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന് കഴിഞ്ഞ വർഷം കയറിയുള്ളത് 5,425 ആണ്. സോ ആ ഒരു റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് തൃശ്ശൂർ പഠിക്കും. ഇനി ഇഴവ കാറ്റഗറി ആണെങ്കിൽ 680യും മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 6517ഉം ആണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് വന്നിട്ടുള്ളത്. ഇനി TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലമാണ്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിട്ടുള്ളത് 8,370 ആണ്. ആൻഡ് ഇഴവ കാറ്റഗറി ആണെങ്കിൽ 9,885ഉം മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 8,801ഉം ആണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു റേഞ്ച് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം TKMൽ പഠിക്കാം. ഇനി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ലാണ്. അവിടെ 10,063 ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്ന റാങ്ക്. സോ ഇഴവ കാറ്റഗറി ആണെങ്കിൽ 11,947ഉം മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 11,363 ആണ് കയറിയിട്ടുള്ളത്. സോ ആ ഒരു റേഞ്ച് റാങ്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വർഷം അവിടെ കയറാം. ഇനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം CET ആണ്. CETയിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിട്ടുള്ളത് 3,274 ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇഴവ കാറ്റഗറി ആണെങ്കിൽ 4,277ഉം മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 3,712 ആണ് കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്ന റാങ്ക്. സോ അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് CETയിൽ കിട്ടും. ഇനി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടാണ്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഇതിൽ കൊടുത്തിട്ടില്ല. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 19,000ഉം ഇഴവ കാറ്റഗറി ആണെങ്കിൽ 23,000 അല്ലെങ്കിൽ 24,000 ആണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങോട്ടുള്ളത് ഗവൺമെൻറ് കോളേജസ് അല്ല, എന്നാലും അതിലും
ഈ കോളേജ് നല്ല കോളേജാണ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ അത്യാവശ്യം റാങ്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. സോ ആ കോളേജിൻ്റെ റാങ്ക് വന്നിട്ടുള്ളത് 11,394 ആണ്. സോ അതുപോലെ കുറേ എഞ്ചിനീയറിംഗ് കോളേജസും ഉണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.